നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ ഡിഗ്രി സ്ട്രക്ചർ മാറിയിരിക്കുകയാണ്. 4 ഇയർ ഡിഗ്രി കോഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന 4 ഇയർ ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ വീഡിയോ പൂർണ്ണമല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പുതിയ കരിക്കുലം ഫ്രെയിം വർക്കിൽ 4 ഇയർ UG പ്രോഗ്രാം FIUGP അത് 3 രീതിയിൽ, ഒന്ന് 3 ഇയർ ഡിഗ്രി, നിലവിലുള്ള രീതിയിൽ 3 ഇയർ ഡിഗ്രി, അല്ലെങ്കിൽ 4 വർഷ UG ഡിഗ്രി ഓണേഴ്സ്, 4 വർഷ UG ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച്. അതിലെ ആദ്യത്തത് 3 വർഷ ഡിഗ്രിക്ക് 133 ക്രെഡിറ്റ് മിനിമം വേണം. 133 മുതൽ മാക്സിമം 150 വരെ. അടുത്തത് 4 ഇയറിനാണെങ്കിൽ മിനിമം 177, മാക്സിമം 200. 3 ഇയർ ഡിഗ്രി കോഴ്സ്, അതായത് 3 വർഷം കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 വർഷ PGയിലേക്ക് പോകാം. 4 വർഷ ഡിഗ്രി കോഴ്സ് ആണെങ്കിൽ, ഓണേഴ്സ് കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷ PGയിലേക്ക് പോകാം. അതേപോലെ തന്നെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PhD പോകാം എന്നാണ് ഇവിടെ പറയുന്നത്. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 4 വർഷ ഡിഗ്രി കോഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ 4 വർഷം പഠിക്കണമെന്ന് നിർബന്ധം ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തീകരിക്കാം. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അല്ലാതെ നിലവിൽ 3 വർഷ ഡിഗ്രിയാണ്, അയ്യോ അത് 1 വർഷം കൂടെ 4 വർഷം പഠിക്കണം എന്ന ചിന്ത വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 വർഷം പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ബ്രില്യൻ്റ് എടുത്താൽ 2.5 വർഷം കൊണ്ട് ഡിഗ്രി പാസ്സാകാം. അതായത് ഈ 3 വർഷ ഡിഗ്രി 2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പാസ്സാകാം. അല്ലെങ്കിൽ 4 വർഷ UG വിത്ത് ഓണേഴ്സ്, അത് 3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് അത് നേടാം. നമുക്കത് വിശദമായിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ക്രെഡിറ്റുകളാണ് വേണ്ടത്. ഓരോ കുട്ടികൾക്കും മൊത്തത്തിൽ ഓരോ ABC ഒരു ക്രെഡിറ്റ് ലോക്കർ പോലെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന ക്രെഡിറ്റുകളെല്ലാം അതിൽ സൂക്ഷിക്കും. അങ്ങനെ നിങ്ങൾ മിനിമം 133 ക്രെഡിറ്റ് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. 177 ഡിഗ്രി ക്രെഡിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വിത്ത് ഓണേഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി വിത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് കിട്ടും. അപ്പം നമുക്ക് അവിടെ ശ്രദ്ധിക്കാം. പ്രധാനപ്പെട്ട കോഴ്സുകളാണ് മേജർ, മൈനർ. അതേപോലെ തന്നെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളുണ്ട്. MDC, അതേപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് SEC, എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് AEC, വാല്യൂ ആഡഡ് കോഴ്സസ് VAC. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പുതിയ ഡിഗ്രി പ്രോഗ്രാമിൽ. അതേപോലെ തന്നെ 4th ഇയർ ആണെങ്കിൽ റിസർച്ച് പ്രോജക്റ്റ് ഉണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വിവിധ പാത്ത് വേ ഉണ്ട്. നമുക്കത് ഓരോന്നോരോന്ന് നോക്കാം. ഞാൻ പറഞ്ഞില്ല 2.5 വർഷം കൊണ്ട് നേടാമെന്ന്, അതിന് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് ഓപ്പൺ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴിയായിട്ട് നിങ്ങൾ വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റുകൾ സ്കോർ ചെയ്യാം. ആ ക്രെഡിറ്റ് ഇതിൻ്റെ കൂടെ കൂട്ടി 133 ആയാൽ 2.5 വർഷം കൊണ്ട് ഡിഗ്രി പാസ്സാകാം. അതാണ് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത്. ഇപ്പം നിലവിലുള്ള 3 വർഷ കോഴ്സിൻ്റെ കൂടെ 1 വർഷം കൂടെ കൂട്ടുന്നതല്ല 4 വർഷ കോഴ്സ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോ? നിലവിലുള്ള 3 വർഷ കോഴ്സിൻ്റെ കൂടെ 1 വർഷം കൂടെ കൂട്ടുന്നതല്ല 4 വർഷ കോഴ്സ്. നിലവിലുള്ള 3 വർഷ കോഴ്സ് എന്ന് വെച്ചാൽ അത് സിസ്റ്റം സെൻട്രിക്കാണ്. അതായത് നിങ്ങൾ പഠിക്കേണ്ട സിലബസ് യൂണിവേഴ്സിറ്റി തന്നിട്ടുണ്ട്, അതേ പഠിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ഇനി അങ്ങനല്ല. യൂണിവേഴ്സിറ്റി കുറേ ബാസ്ക്കറ്റുകൾ തന്നിട്ടുണ്ട്. അത് കോളേജുകൾ അതിൽ കുറച്ചെണ്ണം സെലക്ട് ചെയ്യും. അതിലിഷ്ടമുള്ളത് നിങ്ങൾക്ക് പഠിക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ BSc ഫിസിക്സ് എടുക്കുകയാണ്. നിലവിലെന്താ, BSc ഫിസിക്സ് എടുത്ത കുട്ടി കോറാണ് ഫിസിക്സ്. കോംപ്ലിമെൻ്ററി ആയിട്ട് കെമിസ്ട്രിയും മാത്സും പഠിക്കണം. അതേപോലെ തന്നെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഫസ്റ്റ് സെമ്മിലാണെങ്കിൽ 2 എണ്ണമുണ്ട്.
പ്ലസ് സെക്കൻഡ് ലാംഗ്വേജ്, ആ കോളേജിൽ ഏത് സെക്കൻഡ് ലാംഗ്വേജ് ഒക്കെ ഉണ്ടോ അതിലൊന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെയാണ്. എന്നാൽ പുതിയ രീതിയിൽ നിങ്ങളിപ്പോൾ ഫിസിക്സ് അവിടെ കോറ് അല്ലെങ്കിൽ മെയിൻ സബ്ജക്റ്റ് മാറി മേജർ എന്ന പേരും കോംപ്ലിമെൻ്ററി എന്ന സബ്ജക്റ്റ് മാറി മൈനർ എന്ന രീതിയിലുമാണ് പേര് വന്നേക്കുന്നത്. അഡീഷണൽ ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പേര് മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ BSc ഫിസിക്സ് എടുക്കുകയാണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പം ഫിസിക്സ് എടുത്താൽ മാത്സ് കെമിസ്ട്രി, ഇപ്പം മാത്സ് പാടാണ്, അപ്പം നിങ്ങൾക്ക് വേറൊരു സബ്ജക്റ്റ് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ BSc മാത്സ് എടുത്തു, കോംപ്ലിമെൻ്ററി എന്താ സ്റ്റാറ്റിസ്റ്റിക്സും ഫിസിക്സും, ഇപ്പം നിങ്ങൾക്ക് ഫിസിക്സ് പാടാണ്, അപ്പം നിങ്ങൾക്ക് ആ കോളേജിൽ ഓഫർ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഒരു മൈനർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾ എക്കണോമിക്സ് എടുത്തു, എക്കണോമിക്സിന് ഇപ്പം സബായിട്ട് നിലവിൽ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ് ആണോ ഉള്ളത്. ഹിസ്റ്ററി നിങ്ങൾക്ക് പാടാണ്, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾക്ക് മൈനറായിട്ട് ഇംഗ്ലീഷ് എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ സുവോളജിയാണ് മെയിൻ സബ്ജക്റ്റ്, സബായിട്ട് നിങ്ങളിപ്പോൾ എന്താ എടുക്കുന്നത്, ബോട്ടണി ആൻഡ് കെമിസ്ട്രിയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുക കെമിസ്ട്രി പാടാണ്, ഫിസിക്സ് എടുത്താൽ മതി, നിങ്ങൾക്ക് എടുക്കാം പുതിയ കോഴ്സിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈനർ എടുക്കാം. അതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഈ 4 ഇയർ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറാം. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ വിപുലമായിട്ട് നോക്കാം. ഇവിടെ അക്കാഡമിക് കലണ്ടർ ഓരോ സെമസ്റ്ററിലും 90 ദിവസമാണ്. 10 ദിവസം എക്സ്ട്രാ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം 100 ദിവസമാണ് ഒരു സെമ്മ്. 2 സെമ്മ് ചേരുന്നതാണ് ഒരു വർഷം, അങ്ങനെ 200 ദിവസമാണ്. അതിൽ ഒരു സെമ്മ് 90 ദിവസമാണെന്ന് പറഞ്ഞതിൽ 75 ദിവസം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ബാക്കി 15 ദിവസം പരീക്ഷയ്ക്ക് മാറ്റി വെച്ചേക്കുക. അപ്പം നമ്മുടെ സിലബസും അതിനനുസരിച്ച് 75 മണിക്കൂറിന് വേണ്ടി മാത്രമുള്ളതാണ്. നിലവിൽ 90 മണിക്കൂറിനൊക്കെയാണ്, അതെല്ലാം മാറ്റി 75 മണിക്കൂറിന് മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ടേമാണ് DSCയും DSEയും GFCയും. DSC എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ കോഴ്സ്, DSE എന്ന് വെച്ചാൽ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ്. അതിന് രണ്ടിനും 4 ക്രെഡിറ്റ് വീതമാണ്. ഇനി GFC എന്ന് വെച്ചാൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അത് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ആയതുകൊണ്ട് എല്ലാവരും പഠിക്കണം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം, അത് നമുക്ക് നോക്കാം. GFC അതിന് 3 ക്രെഡിറ്റ് വീതമാണ്. ഈ GFC തന്നെ പ്രധാനമായും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, AEC എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, SEC സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, VSC വാല്യൂ അഡീഷൻ കോഴ്സുകൾ. അപ്പോൾ ഈ GFCയിൽ 3 ക്രെഡിറ്റ് വീതമാണ് ഉള്ളത്. DSCയും DSEയും 4 ക്രെഡിറ്റ് വീതമാണ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് പരീക്ഷാ രീതികൾ. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് വെച്ചാൽ നിലവിലുള്ള ഇൻറ്റേണൽ, സമ്മേറ്റീവ് എന്ന് വെച്ചാൽ എക്സ്റ്റേണൽ എന്ന രീതിയിൽ ഓർക്കുക. അപ്പം ഫോർമേറ്റീവ് അസസ്മെൻറ്റ് പ്രാക്ടിക്കൽ അസൈൻമെൻറ്റ്, ഒബ്സർവേഷന്, വൈവ, ക്വിസ്, ഇൻ്റർവ്യൂ, ഓറൽ പ്രസൻറ്റേഷൻ, കമ്പ്യൂട്ടറൈസ്ഡ് അഡാപ്റ്റീവ് ടെസ്റ്റിങ്, ഇൻ ക്ലാസ് ഡിസ്കഷന്, ഗ്രൂപ്പ് ട്യൂട്ടോറിയൽ വർക്ക്, റിഫ്ലക്ഷൻ റൈറ്റിംഗ് അസൈൻമെൻറ്റ്, ഹോം അസൈൻമെൻറ്റ്, സെൽഫ് ആൻഡ് പിയർ അസൈൻമെൻറ്റ്, അങ്ങനെയുള്ളത്. സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണെങ്കിൽ റിട്ടൺ ടെസ്റ്റ്, ഓപ്പൺ ബുക്ക് ടെസ്റ്റ്, ലബോറട്ടറി റിപ്പോർട്ട്, പ്രോബ്ലം ബേസ്ഡ് അസൈൻമെൻറ്റ്സ്, ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് റിപ്പോർട്ട്, കേസ് സ്റ്റഡി റിപ്പോർട്ട്, ടീം പ്രോജക്റ്റ് റിപ്പോർട്ട്, ലിറ്ററേച്ചർ സർവേ, സ്റ്റാൻഡർഡൈസ് ടെസ്റ്റ്, അങ്ങനെ. അപ്പം പരീക്ഷാ രീതി എന്ന് വെച്ചാൽ 3 മണിക്കൂർ മാറ്റി മിനിമം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ എന്ന രീതിയിലുള്ള പരീക്ഷകൾ ആക്കും. ഓഡ് സെമ്മുകൾ കോളേജുകളിലും ഈവൻ സെമ്മ് യൂണിവേഴ്സിറ്റി എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വിവിധ പാത്ത് വേ ഉണ്ട്, നമുക്ക് നോക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് സിംഗിൾ മേജർ എടുക്കാം. സിംഗിൾ മേജർ എന്ന് വെച്ചാൽ ഏതെടുത്താലും നമുക്ക് GFC എന്ന് പറഞ്ഞ കാര്യം പഠിക്കണം. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, MDC, VSC, SEC, AEC എന്ന് പറഞ്ഞ കാര്യം, അത് പഠിക്കണം. സിംഗിൾ മേജർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം മേജറായിട്ട് എടുക്കാം, മൈനറായിട്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക സബ്ജക്റ്റ്, വിവിധ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് എടുക്കാം. അതായത് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ 3 വർഷ ഡിഗ്രി കോഴ്സ് മേജറിന് 68
ക്രെഡിറ്റും മൈനറിന് 24 ക്രെഡിറ്റും വേണം. പിന്നെ നമ്മൾ MDC 3 പഠിക്കണം, 3 ക്രെഡിറ്റ് വീതം 9. SEC 3 പഠിക്കണം, അപ്പോൾ 3 × 3 9 ക്രെഡിറ്റ്. AEC 4 ഉണ്ട്, 4 × 3 12. VAC 3 ഉണ്ട്, 3 × 3 9. അങ്ങനെയാണ് ആ ക്രെഡിറ്റുകൾ. മേജർ എന്ന് വെച്ചാൽ അവിടെ 17 പഠിക്കണം, 17 × 4 68 ക്രെഡിറ്റ്. മൈനർ എന്ന് പറയുന്ന 6 6 × 4 24. അങ്ങനെയാണ് ആ രീതി. 4 വർഷം ആകുമ്പോൾ മേജർ 22 ഉണ്ട്, അപ്പോൾ 22 × 4 88. പിന്നെ മൈനർ 9 ഉണ്ട്, അപ്പോൾ 9 × 4 36. പിന്നെ നമ്മുടെ MDC SEC AEC VAC എല്ലാം സെയിം ആണ്. പിന്നെ റിസർച്ച് പ്രോജക്റ്റ് ഡെസർട്ടേഷൻ അതെല്ലാം 12 ക്രെഡിറ്റ് ആണ്. അങ്ങനെ 177 ക്രെഡിറ്റ് ആണ് മിനിമം വേണ്ടത് 4 ഇയറിന്. 3 വർഷ കോഴ്സിന് 133. അപ്പോൾ ഇവിടെ ഒരു സ്ട്രക്ചർ പോലെ കൊടുത്തിട്ടുണ്ട്. DAC A എന്ന് വെച്ചാൽ താഴെ നോക്കി മേജറാണ്, ബിയും സിയും മൈനറാണ്. അപ്പം AEC നമ്മുടെ ലാംഗ്വേജ് ആണ് AEC എന്ന് ഓർക്കുക. അപ്പോൾ ഫസ്റ്റ് സെമ്മിൽ ഇംഗ്ലീഷും അതർ ലാംഗ്വേജും ഓരോന്ന് പഠിക്കണം, അപ്പോൾ 2 AEC ഉണ്ട്. സെക്കൻഡ് സെമ്മിലും അതേപോലെ തന്നെ. അപ്പം മൊത്തത്തിൽ 4 AEC അതാണ്. ഇനി SEC എന്ന് വെച്ചാൽ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ്, അത് 4, 5, 6 സെമ്മിൽ ഓരോന്ന് വീതം, അങ്ങനെ 3. MDC എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ ഉള്ള 5th സെമ്മിലുള്ള ഓപ്പൺ കോഴ്സ് പോലുള്ള. അപ്പം നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആണോ എടുക്കുന്നത് അതല്ലാതെ ആ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാത്സ് അല്ല എടുത്തതെങ്കിൽ, നിങ്ങൾ MDC ആയിട്ട് മാത്സ് എടുക്കുകയാണെങ്കിൽ അവിടെ മാത്സ് ന്യൂമറിക്കൽ എബിലിറ്റി PSC പോലുള്ള പരീക്ഷയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള, കോമ്പറ്റേറ്റീവ് എക്സാമിന് സഹായിക്കുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് ഒക്കെ പഠിപ്പിക്കുന്ന സെക്ഷനാണ് MDC. അത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് സെമ്മിലുണ്ട്. ഫസ്റ്റും സെക്കൻഡേ ഉള്ളൂ. അത് തേർഡ് സെമ്മ് കമ്പൽസറി ആയിട്ട് കേരള സ്റ്റഡീസ്, അത് ലാംഗ്വേജ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് അതർ ലാംഗ്വേജ്. VAC നമുക്ക് തേർഡ് സെമ്മിൽ 1, ഫോർത്ത് സെമ്മിൽ 2 ഉള്ളത്, അങ്ങനെ 3. പിന്നെ നമുക്ക് DSCയും DSEയും അത് ഓരോ സെമ്മിൽ കൊടുത്തേക്കുന്നുണ്ട്. ഫസ്റ്റ് സെമ്മിൽ 3, സെക്കൻഡ് സെമ്മിൽ 3, തേർഡ് സെമ്മിൽ 3, അങ്ങനെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിൽ ഓരോന്നൊക്കെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ മൈനറിൻ്റെ എടുക്കാം, മേജറിൻ്റെ 1, മൈനറിൻ്റെ 1, 2 അങ്ങനെ. DSE എന്ന് പറയുന്നത് തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്ത് സെമ്മുകളിലാണ്. 8th സെമ്മിലാണ് റിസർച്ച് വരുന്നത്. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. പാത്വേ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിന് 4 ഇയർ ഡിഗ്രി കോഴ്സിന് പ്രായപരിധിയില്ല, നിലവിലുള്ള രീതിയിലാണ് അഡ്മിഷൻ എടുക്കുന്നത്. യൂണിവേഴ്സിറ്റി ഒരു ബാസ്ക്കറ്റ് തരും, അത് കോളേജ് അതിൽ നിന്ന് കുറച്ച് സെലക്ട് ചെയ്യും, കുട്ടികൾക്ക് അതിൽ ഇഷ്ടമുള്ള എടുക്കാം. ഗ്രേഡിംഗ് സിസ്റ്റം ആണെങ്കിൽ 95% കൂടുതലാണെങ്കിൽ ഗ്രേഡ് പോയിൻറ്റ് 10, 85-നും 95-നും ഇടയ്ക്കാണെങ്കിൽ A+, ഗ്രേഡ് പോയിൻറ്റ് 9, 75-നും 85-നും ഇടയ്ക്കാണെങ്കിൽ A, ഗ്രേഡ് പോയിൻറ്റ് 8, 65-നും 75-നും ഇടയ്ക്കാണെങ്കിൽ B+, ഗ്രേഡ് പോയിൻറ്റ് 7, 55-നും 65% ഇടയ്ക്ക് മാർക്കാണെങ്കിൽ B, ഗ്രേഡ് പോയിൻറ്റ് 6, 45-നും 55-നും ഇടയ്ക്കാണെങ്കിൽ C, ആവറേജ്, അത് ഗ്രേഡ് പോയിൻറ്റ് 5. പിന്നെ 35-നും 45-നും ഇടയ്ക്കാണെങ്കിൽ ജസ്റ്റ് പാസ്, ഗ്രേഡ് പോയിൻറ്റ് 4. അതിൽ കുറവ് 35 കുറവാണെങ്കിൽ ഫെയില് എന്നാണ് കാണിക്കുന്നത്. കോഴ്സ് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത് നിലവിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്, അവിടെ വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. ഇപ്പോൾ 3 ഇയർ ഡിഗ്രി ആണെങ്കിൽ മേജർ 17 കാര്യമുണ്ട്, അതിൽ 13 DSCയും 4 DSEയുമാണ്, അങ്ങനെ 17. ക്രെഡിറ്റ് 4 വീതം, അങ്ങനെ 68. DSC മൈനർ 6, 6 × 4 24, അങ്ങനെ അത് രണ്ടും കൂടെ 92 ക്രെഡിറ്റ് ഉണ്ടെന്ന് ഓർക്കുക. പിന്നെ MDC AEC SEC VSC 3 ക്രെഡിറ്റ് വീതമാണ്. AEC മാത്രം 4 ഉണ്ട്, ബാക്കിയെല്ലാം 3, അങ്ങനെ 39 ഉണ്ട്. ഇൻറ്റേർണർഷിപ്പ് ഉണ്ട് സെക്കൻഡ് ഇയറിൽ, അത് 2 ക്രെഡിറ്റ് ആണ്, അങ്ങനെ 133 ക്രെഡിറ്റ് ആണ്. 4 ഇയർ ആകുമ്പം ഇൻറ്റേർണർഷിപ്പിൻ്റെ കൂടെ
പ്രോജക്റ്റും എല്ലാം കൂടെ വരും. അതേപോലെ തന്നെ 136 ക്രെഡിറ്റ് മേജർ മൈനറിൽ നിന്ന് വേണം. പിന്നെ ജനറൽ ഫൗണ്ടേഷൻ 39, റിസർച്ച് നമ്മൾ ഇതൊക്കെ കണ്ടു. പിന്നെ നിങ്ങൾ ഇപ്പം സിംഗിൾ മേജർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സിംഗിൾ മേജർ എന്ന് വെച്ചാൽ നമ്മൾ DSC മേജറിൽ നിന്ന് എടുക്കും. പിന്നെ നമ്മൾ മൈനറായിട്ട് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ എടുക്കാം. ഇപ്പം ഫിസിക്സ് നിങ്ങൾ എടുത്തു, അപ്പം നേരത്തെ കെമിസ്ട്രി മാത്സ് ആണ്, നിങ്ങൾക്ക് 6 മൈനറാണുള്ളത്. 6 സബ്ജക്റ്റിൽ നിന്ന് എടുക്കാം. അതാണ് സിംഗിൾ മേജർ. അതിനും നിങ്ങളെ സഹായിക്കുന്നത് സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനറും സിംഗിൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനറുമാണ്. സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ എന്ന് വെച്ചാൽ ഒരു മേജറും ഒരു മൈനറും. അപ്പം നിങ്ങളുടെ പേര് സിംഗിൾ മേജർ, അപ്പം നിങ്ങൾ BSc ഫിസിക്സ് മേജർ എന്നാണ്. ഇനി ഫിസിക്സ് മേജർ എടുത്തിട്ട് മാത്സ് മാത്രം മൈനർ എടുത്തു, അപ്പം നിങ്ങൾ വിളിക്കുന്നത് BSc ഫിസിക്സ് മേജർ വിത്ത് മാത്തമാറ്റിക്സ് മൈനർ. ഇനി നിങ്ങൾ മൾട്ടിപ്പിൾ മൈനർ എടുത്തു, മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 2 എണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം BSc ഫിസിക്സ് മേജർ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇലക്ട്രോണിക്സ് മൈനർ, അങ്ങനെ. അല്ലെങ്കിൽ ഡബിൾ മേജർ എടുക്കാം, 2 സബ്ജക്റ്റ് മേജർ എടുക്കാം. അപ്പം നമ്മുടെ ആ മേജർ മൈനറൂടെ ചേർന്നുള്ള കാര്യമില്ലേ, അതെല്ലാം കൂടെ മേജറിൻ്റെ രീതിയിൽ വരും. 2 സബ്ജക്റ്റിന് പകുതി എന്ന രീതിയിൽ വരും. അതിലെ ആദ്യത്തെ സബ്ജക്റ്റിന് കുറച്ചുകൂടെ ക്രെഡിറ്റ് കൂടുതൽ വേണം. അതിൽ നിന്നായിരിക്കും നമ്മുടെ ഇൻറ്റേൺഷിപ്പ് A1ഉം A2 ഉണ്ടെങ്കിൽ ആ ആദ്യം വിളിക്കുന്നത്. ഇപ്പം BSc ഫിസിക്സ് ആൻഡ് മാത്സ് മേജർ എന്ന് വെച്ചാൽ ഫിസിക്സിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ഫിസിക്സ് ഓഫർ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പിനാണ് പോകേണ്ടത്. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഫസ്റ്റ് സെമ്മിലാണെങ്കിൽ നമുക്ക് 2 AECയും 1 MDC ആണുള്ളത്. സെക്കൻഡ് സെമ്മിലാണെങ്കിൽ 2 AECയും 1 MDC നോക്കിയാൽ മതി, കണ്ടോ. തേർഡ് സെമ്മിലാണെങ്കിൽ 1 MDCയും 1 VAC. നമുക്ക് മേജറും മൈനറും, അതായത് DSCയുടെ കാര്യമല്ല പറയുന്നത്, ജനറൽ ഫൗണ്ടേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഫോർത്ത് സെമ്മിലാണെങ്കിൽ 1 SECയും 2 VAC. ഫിഫ്ത്തിലാണെങ്കിൽ 1 SEC, സിക്സ്ത്തിലാണെങ്കിൽ 1 SEC. അങ്ങനെ മൊത്തം 39 ക്രെഡിറ്റ് വരുന്ന GFC ആണ് നമ്മൾ പഠിക്കുന്നത്. 13 കോഴ്സുണ്ട്. 13 × 3 39 ക്രെഡിറ്റ് ആണ് ഉള്ളത്. അതിൽ AEC ആണ് നമ്മുടെ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തേർഡ് സെമ്മിലുള്ള MDC കേരള സ്റ്റഡീസ് എന്ന് പറയുന്നതും ലാംഗ്വേജ് ആണ് ഓഫർ ചെയ്യുന്നത്. ഫോർത്ത് സെമ്മിലാണ് ഇൻറ്റേൺഷിപ്പ് ഉള്ളത്. അതിന് 2 ക്രെഡിറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, പിന്നെ 4 വർഷം പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. 3 വർഷം കൊണ്ട് നിർത്താം. നിങ്ങൾ കൂടുതൽ ബ്രില്യൻ്റ് ആണെങ്കിൽ 2.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും. പിന്നെ നമുക്ക് ആദ്യത്തെ 6 സെമ്മിലും 75% കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ 4-ാം വർഷം പഠിക്കാൻ പറ്റത്തുള്ളൂ. 4-ാം വർഷത്തിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച്, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റോ റിസർച്ച് PhD ഉള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ റിസർച്ച് ആയിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഓണേഴ്സായിട്ട് പഠിക്കാം. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിത് അനുഭവത്തിലൂടെ പഠിക്കുകയാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ നിങ്ങളോട് ഡിസ്കസ് ചെയ്തു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കോളേജ് ഹെൽപ്പ് ഡെസ്കിൽ അവിടെ വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഗ്രേഡ് പോയിൻ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഡിഫറെൻറ്റ് പാത്ത് വേ പറഞ്ഞു. ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഗ്രേഡിങ് പോയിൻറ്റിങ്ങും അതേപോലെ തന്നെ ഒരു സെമ്മിൽ എത്ര ക്ലാസ് ഉണ്ട്, എത്ര അവേഴ്സ് ഉണ്ട്, ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. കൂടുതൽ കാര്യങ്ങൾ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് പൂർണ്ണമല്ല. കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു, അറിയാത്ത കാര്യങ്ങൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.